ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമായി വന്ന ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ഈ പടത്തെക്കുറിച്ച് പറഞ്ഞാൽ പണ്ട് മുത്തശ്ശി കഥകൾ അല്ലെങ്കിൽ ജാതക കഥകൾ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കല്പിക്കാറില്ലേ. നമ്മൾ ആ സങ്കല്പിച്ച കാര്യം സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു അനുഭവമാണ് ARM എന്ന ഈ സിനിമ. ഈ വർഷം ആദ്യം ഒരു മുത്തശ്ശി കഥയാണെന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. ആ പടത്തിന്റെ പ്രധാന പ്രശ്നം സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നൈസ് ആണ്, ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലും നൈസ് തന്നെയാണ്. മോഹൻലാലിന്റെ നരേഷനോട് കൂടിയാണ് പടം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു മുത്തശ്ശി കഥ പറയുന്നു. പിന്നീട് നമ്മൾ ആ കഥയിൽ ഇങ്ങനെ മുഴുകി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞിരാമായണം സിനിമയൊക്കെ അതിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള ഒരു ഗ്രാമം, പക്ഷേ അവരുടെ ചില ഫാന്റസി കഥകൾ അവിടെ കാണുമ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫിലിം അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ഫിലിം കാണുന്ന ഒരു ഫീൽ വരും. സോ വളരെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ പടമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് പടം ഭയങ്കര ഇഷ്ടമാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ പടം ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഇതിൽ 90s കുറെ ആ ഒരു കാലഘട്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ അജയന്റെ ഒരു കാലഘട്ടം കാണിച്ചപ്പോൾ കേളു, മണിയൻ, അജയൻ ഈ 3 ക്യാരക്ടേഴ്സ് ആണ് ടൊവിനോ ചെയ്യുന്നത്. മൂന്ന് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ 3 താരങ്ങൾ ചെയ്തു എന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെ ടൊവിനോയുടെ വിജയമാണെന്ന് പറയാമല്ലോ. കേളുവിന്റെ ക്യാരക്ടർ അത് ആക്ച്വലി അതൊരു ക്യാമിയോ റോൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പടത്തിലെ ടൊവിനോയെ ഏറ്റവും ലുക്കുള്ള അല്ലെങ്കിൽ ഹാൻസം ആയിട്ട് കാണിച്ച ഒരു ക്യാരക്ടർ അതാണെന്ന് പറയാം. പക്ഷെ ഇതിലെ അന്യായ ക്യാരക്ടർ എന്ന് പറയുന്നത് മണിയൻ എന്ന കഥാപാത്രമാണ്. ശരിക്കും ഈ പടത്തിന്റെ ഷോ സ്റ്റീലർ എന്ന് തന്നെ പറയാം. ആ കഥാപാത്രത്തിന്റെ ആ ഒരു സ്ലാങ് പിടിച്ചേക്കുന്നതും ശരീരഭാഷയും ഒക്കെ കൊണ്ട് ടൊവിനോ ഭയങ്കര രസമായിട്ട് ഗംഭീരമായിട്ട് ആ റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പടത്തിലെ ഏറ്റവും മികച്ച ക്യാരക്ടറും മണിയനാണ്. ഈ മണിയന് ഒരു സ്പിൻ ഓഫ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സിനിമയിലെ ശരിക്കുള്ള നായകൻ അജയൻ എന്ന കഥാപാത്രമാണ്. വളരെ എന്താ പറയുക, നൈവായിട്ടുള്ള, ഇന്നസെന്റ് ആയിട്ടുള്ള, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യൻ. ഈ 3 ക്യാരക്ടറും 3 വ്യത്യസ്ത രീതിയിൽ ഗംഭീരമായിട്ട് ടൊവിനോ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നടന്മാർ പടത്തിലുണ്ട് കേട്ടോ. അപ്പം ജഗദീഷ് കുറച്ചേ ഉള്ളൂ എങ്കിലും നൈസായിരുന്നു. അതുപോലെ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ KP സുരേഷ് അത് കൊള്ളാമായിരുന്നു. പിന്നെ സുധീഷ്, സഞ്ജയ് ശിവറാം, ഹരീഷ് ഉത്തമൻ, അജു വർഗീസ്, കന്നഡ നടൻ പ്രമോദ് ഷെട്ടി, അങ്ങനെ കുറെ താരങ്ങളൊക്കെ പടത്തിലുണ്ടെങ്കിലും ഇത് ശരിക്കും ഒരു ടൊവിനോയുടെ വൺ മാൻ ഷോ തന്നെയാണെന്ന് പറയാം. നായികമാർക്കൊന്നും അത്ര വലിയ പ്രാധാന്യമൊന്നും പടത്തിലില്ല. എങ്കിലും എന്തെങ്കിലും കുറച്ച് ചെയ്യാനുള്ള സ്ത്രീ കഥാപാത്രം സുരഭി ലക്ഷ്മിയുടെ മാണിക്യം എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സുരഭിക്ക് ഈ റോളൊക്കെ സത്യം പറഞ്ഞാൽ പുഷ്പം പോലെ പുള്ളിക്കാരി ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം മാണിക്യം എന്ന് പറയുന്ന ആ ക്യാരക്ടറിന്റെ പ്രായമായ കാലഘട്ടവും ചെറുപ്പവും സുരഭി നന്നായിട്ട് ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില മാസ് നോട്ടങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാനുള്ളത് രോഹിണി അവതരിപ്പിക്കുന്ന അജയന്റെ അമ്മ കഥാപാത്രമാണ്. കൃതി ഷെട്ടിയുടേത് വളരെ ക്ലീഷ ആയിട്ടുള്ള, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു നായിക കഥാപാത്രമാണ്. അവരെ കണ്ടാലും ഒരു കറക്റ്റ് മലയാളി പെങ്കൊച്ച് എന്ന് തന്നെ തോന്നുകയുള്ളൂ. മമിത ബൈജു ആണ് ഡബ് ചെയ്തിരിക്കുന്നതാണ് ഇവർ ടീം തന്നെ പറഞ്ഞിട്ടുള്ളത്. ലിപ്സിംഗ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഐശ്വര്യ രാജേഷിന്റേത് ഒരു ക്യാമിയോ റോളാണ്. ഗസ്റ്റ് റോൾ എന്നൊന്നും പറഞ്ഞ ഗസ്റ്റ് റോളിൽ നിന്ന് നാണക്കേടാണ്. ആകെ 3 ഷോട്ടിലെങ്ങാണ്ട് ഐശ്വര്യ രാജേഷ് ഉള്ളൂ. ഈ പടം കണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഐശ്വര്യ രാജേഷ് ഉണ്ടായിരുന്നു എന്ന് തോന്നുക. പിന്നെ ആ ഒരു കേളു എന്ന ക്യാരക്ടർ, ഐശ്വര്യയുടെ നായകൻ കഥാപാത്രവും പടത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം. വെറും 30 കോടി ബജറ്റിലാണ് ഈ പടം ചെയ്തത് എന്നത് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടാൽ ചില 500 കോടി 1000 കോടി പടങ്ങളൊക്കെ, പാൻ ഇന്ത്യൻ പടങ്ങളൊക്കെ നാണിച്ചു പോകുന്ന വിധത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഓവർ ദ ടോപ്പ് ആയിട്ടില്ല കേട്ടോ. കറക്റ്റ് കഥയ്ക്ക് ചേരുന്ന മീറ്ററിലാണ് ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത്. ഒരു കൊട്ടാരം സീനുണ്ട്, മണിയന്റെയും ജഗദീഷിന്റെയും ഭാഗമാണ്. അത് കിഡുവാണ്. നല്ല സ്ക്രിപ്റ്റിനൊപ്പം ടെക്നിക്കലി മികച്ച ഒരു ചിത്രം തന്നെയാണ് ARM. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജോമോണ്ടി ജോൺ ആണ്. ഗംഭീര ക്യാമറയാണ്. പ്രത്യേകിച്ച് ചില ഷോട്ട്സ് ഒക്കെ കണ്ടാൽ വളരെ പോയറ്റിക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും എടുത്ത് തന്നെ പറയണം. ഒട്ടും നമുക്ക് കഥയിൽ നിന്നും പുറത്തു പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഈ കഥ തന്നെ കൃത്യമായ രീതിയിൽ തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. ഡിബു നൈനാൻ തോമസിന്റെ മ്യൂസിക് പറഞ്ഞാൽ പാട്ടൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ വൈക്കം വിജയലക്ഷ്മി പാടിയ സോങ്, പിന്നെ സ്റ്റണ്ട് സമയത്തുള്ള ആ പാട്ടൊക്കെ നൈസായിട്ട് തോന്നി. BGM കറക്റ്റ് ആയിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ, കളർ ഗ്രേഡിംഗ് ഒക്കെ നൈസാണ്. സോ മൊത്തത്തിൽ എല്ലാ മസാലകളും കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് എന്നാൽ വളരെ കലാപരമായിട്ട് തന്നെ മികച്ച രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള, അതും ഫ്രഷ് ആയിട്ടുള്ള ഒരു ആഖ്യാന ശൈലിയിൽ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ തന്നെയാണ് ജിതിൻ രാജ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ ആദ്യ സിനിമ തന്നെ ഇത്രയും മികച്ച രീതിയിൽ, അതും ഇത്രയും നാളെടുത്ത് ഇത്രയും നന്നായി കഷ്ടപ്പെട്ടു എന്നുള്ളത് പടത്തിന്റെ ഔട്ട്പുട്ടിൽ കാണാൻ തന്നെയുണ്ട്. സോ അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനം തന്നെ നൽകണം. ഒരു പ്രൊമോഷനിലൊക്കെ കാസർഗോഡ് സ്ലാങ് പിടിച്ചു എന്നൊക്കെ ടൊവിനോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. മിക്കവാറും സാധാരണ മലയാളം ഭാഷ തന്നെയാണ് പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ ആടെ, ഈടെ, അമ്മേന്റെ, ലക്ഷ്മീന്റെ എന്നൊക്കെ ചേർത്തു എന്ന് മാത്രം. പിന്നെ പറയാൻ
പോവുകയാണെങ്കിൽ എനിക്ക് ഈ പടം ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്നില്ല എന്ന് ഞാൻ പറയും. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പടം കണ്ടത് 3D അല്ല 2D ആണെന്നുള്ളതാണ്. പടം 3D ആണെന്ന് കരുതി ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിൽ രാവിലെ ചെന്നപ്പോൾ 2Dയിൽ പടം കാണേണ്ടി വന്ന അവസ്ഥ വന്നു. ഈ സിനിമ നിങ്ങൾ എന്നെ പോലെ 2Dയിൽ കാണുകയാണെങ്കിൽ പൂർണ്ണ തൃപ്തി നിങ്ങൾക്കും കിട്ടുകയില്ല. ആക്ച്വലി ഇന്നലെ ബുക്ക് മൈ ഷോയിൽ അവർ എക്സ്ട്രാ ക്യാഷ് ഒന്നും എടുക്കാഞ്ഞപ്പോഴേ സംശയം തോന്നിയായിരുന്നു. ഇന്നലെ ചിലർക്കൊക്കെ ബുക്ക് ചെയ്ത ക്യാഷ് തിരിച്ചു വന്നൊക്കെ ഞാൻ ഇവിടെയൊക്കെ വായിച്ചു. ഞാൻ കരുതി ഇവിടെയൊക്കെ മിക്ക തിയേറ്ററിലും ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് കണ്ണാടിയുടെ കാശ് തിയേറ്ററിൽ ചെല്ലുമ്പോൾ മേടിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ചങ്ങനാശ്ശേരി ധന്യ തിയേറ്ററിലാണ് സിനിമ കാണുന്നത്. രാവിലെ 11 മണിക്കത്തെ ഷോ ആയിരുന്നു. ആദ്യത്തെ ഷോ ആയതുകൊണ്ട് 3D ഇല്ല, 6 മണിക്കത്തെ ഷോ മാത്രമേ 3D ഉള്ളൂ എന്ന് തിയേറ്ററിൽ നിന്ന് പറഞ്ഞു. കുറെ ആളുകളൊക്കെ 3D തന്നെ കാണുന്നുള്ളൂ, 2D വേണ്ട, ഈ ബുക്കിംഗ് വെച്ചിട്ട് അവർക്ക് 6 മണിക്കത്തെ ഷോ കാണാമോ എന്നൊക്കെ ചോദിച്ച് അവിടെ പിന്നെ തർക്കം ഉണ്ടാകുന്നതൊക്കെ കണ്ടു. എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് പടം കയറി ഈ ഒരു ഷോയ്ക്ക് തന്നെ കാണേണ്ടി വന്നു. സോ ഡിയർ ലിസ്റ്റിൻ സ്റ്റീഫൻ, സക്കറിയ തോമസ്, നിങ്ങളാണല്ലോ ഈ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ്. നിങ്ങൾക്ക് പടം 3D ഔട്ട് റെഡി ആയില്ലായിരുന്നുവെങ്കിൽ, ഇന്ന് രാവിലത്തെ ഷോയ്ക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത്ര ധൃതി വെച്ചിട്ട് ഇന്ന് തന്നെ പടം റിലീസ് ചെയ്തത്? എല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് നാളെ റിലീസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ഓണം 15-ാം തീയതിയാണ്, അന്ന് റിലീസ് ചെയ്താലും മതിയായിരുന്നു. ഈ ഒരു പ്രവൃത്തി വളരെ അൺപ്രൊഫഷണൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ് വാസ് സോ ബാഡ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈവൻ 2Dയിലും പടം നല്ലത് തന്നെയാണ് എന്ന് പറയാതെ വയ്യ. പക്ഷേ 3D എക്സ്പീരിയൻസ് മിസ്സായതിന്റെ ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് ഉണ്ട് താനും. കാരണം ഈ പടത്തിൽ കുറെ കാര്യങ്ങൾ 3Dയിൽ കണ്ടാലേ ആ ഒരു ഇഫക്റ്റ്, ആ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എനിവേ, ആകെ മൊത്തം ടോട്ടലിൽ ഫെസ്റ്റിവൽ മൂഡിൽ ഓണത്തിന് തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു കിടിലൻ സിനിമ തന്നെയാണിത്. ഈ ഒരു ആക്ഷൻ അഡ്വഞ്ചറസ് പീരിയോഡിക് ഫാന്റസി മൂവീസ് അങ്ങനെ മലയാളത്തിൽ വരാറില്ല. വരുന്നത് പലതും മിക്കതും പാളി പോകാറുമുണ്ട്. എന്നാൽ ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു. ആൻഡ് ഇതൊരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടം കൂടിയാണ് കേട്ടോ. കാരണം ഇത് OTT വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നാൻ സാധ്യതയില്ല. ഞാൻ 2Dയിൽ കണ്ടതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യുക. സോ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ 3Dയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി.